نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഴുവൻ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് അവൻ്റെ യഥാർത്ഥ വിശ്വാസികളായിട്ടുള്ള അടിമകളായി ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോ സൽക്കർമ്മങ്ങളും ആരാധനകളും അതിനർഹമായ പ്രതിഫലം നൽകി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിലൂടെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത വളരെ സുപ്രധാനമായിട്ടുള്ള 3 ഉപദേശങ്ങളെ കുറിച്ചാണ്. ജീവിതത്തിലെ ഒരു മനുഷ്യനെ മാതൃകയാക്കാവുന്ന ഏറ്റവും നല്ല വ്യക്തിത്വത്തിനുടമയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിലുടനീളം മരണം വരെ കൊണ്ടു നടക്കുകയും അത് മുറുകെ പിടിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ കടമയാണ്, ബാധ്യതയാണ്. പ്രവാചകന്റെ അടുക്കൽ വന്ന് അദ്ദേഹം ചോദിക്കാണ്, പ്രവാചകരെ, എന്തെങ്കിലും
എനിക്ക് പറഞ്ഞു തരണം. താങ്കൾ പറഞ്ഞു തരുന്ന കാര്യം വളരെ ചുരുങ്ങിയ രൂപത്തിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ, എനിക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന രൂപത്തിൽ, വളരെ ലളിതമായി കൊണ്ട് പ്രവാചകരെ താങ്കൾ എന്നെ ഒന്ന് ഉപദേശിക്കണം, എനിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ഉപദേശങ്ങൾ നൽകി. അതിൽ ഒന്നാമത്തേത് എന്നുള്ളത്, ഇദാ ഖുംത ഇല സ്വലാത്ത്, നീ നമസ്കരിക്കാൻ നിൽക്കുകയാണ് എങ്കിൽ ഫസല്ലി സ്വലാത്ത മുവദ്ദിഇൻ, അവസാനമായി കൊണ്ട് നമസ്കരിക്കുന്നവനെ പോലെ നീ ആ നമസ്കാരം നിർവഹിക്കുക. വിശ്വാസികളെ, ഒരു മനുഷ്യൻ്റെ, ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ് നമസ്കാരം എന്നുള്ളത്. ആ നമസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് വളരെ വലിയ പാപമാണ്, കുറ്റമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ വളരെ വ്യക്തമായി കൊണ്ട് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളൊരു നമസ്കാരം നിർവഹിക്കാൻ നിൽക്കുകയാണ് എങ്കിൽ, ഇന്ന് നമ്മൾ ജുമുഅയിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമുക്കറിയില്ല, ഈ ജുമുഅ കഴിഞ്ഞ്, നമസ്കാരവും കഴിഞ്ഞ് നമ്മുടെ വീടുകളിലേക്ക് അവരുടെ മാതാപിതാക്കൾ, ഭാര്യമാരെ വിളമ്പി വെക്കുന്ന ആ ചോറ്റുപാത്രത്തിൻ്റെ അടുക്കലേക്ക് നമ്മൾ ചെല്ലുമോ എന്ന് നമുക്കാർക്കും പറയാൻ സാധ്യമല്ല. ഒരിക്കലും ഒരു ഗ്യാരണ്ടിയുമില്ല ഞാൻ ഇന്ന് ജുമുഅ കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി എത്തും എന്ന് ഭാര്യക്കോ മാതാവിനോ ഉറപ്പ് നൽകുവാൻ ഒരാൾക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ നമസ്കരിക്കുവാൻ നിൽക്കുകയാണ് എങ്കിൽ ഫസല്ലി സ്വലാത്ത മുവദ്ദിഇൻ, എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരമാണിത്. ഈ നമസ്കാരം കൂടി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മരണമല്ലാതെ മറ്റൊന്നുമില്ല, എൻ്റെ അവസാനത്തെ നമസ്കാരമാണ് എന്നുള്ള ഒരു ബോധ്യത്തോടുകൂടി, ചിന്തയോടുകൂടിയായിരിക്കണം ഒരു വിശ്വാസി അവൻ്റെ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി നിൽക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മളൊക്കെ അധികം ദിവസമൊന്നും ആയിട്ടില്ല, വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കിടയിൽ എത്രയെത്ര മരണങ്ങളുടെ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. അതിന് പ്രായമില്ല, വലിയവരെന്നോ ചെറിയവരെന്നോ ഒന്നുമില്ല. പല രൂപത്തിലുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, രോഗം മൂലമുള്ള മരണങ്ങൾ. നിൽക്കുന്ന സമയത്ത് നല്ല ആരോഗ്യവാന്മാരായിട്ടുള്ള മനുഷ്യരെ വെറുതെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണത്തിന് അടിമപ്പെടുന്ന അവസ്ഥകൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ആ നമസ്കാരം എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരമാണ്, ഇനിയൊരു നമസ്കാരം എനിക്കില്ല എന്നുള്ള ഒരു ഉറപ്പോടുകൂടിയായിരിക്കണം നമ്മൾ നമസ്കരിക്കാൻ നിൽക്കേണ്ടത് എന്നുള്ളതാണ്. ഏത് സമയവും നമ്മുടെ ജീവിതത്തിലേക്ക് മരണം കടന്നു വരാം. മരണം വന്നെത്തുന്ന സമയത്ത് പടച്ച റബ്ബേ, ഒരു 2 റക്അത്ത് നമസ്കരിക്കാൻ എനിക്ക് അവസരം നൽകി റബ്ബേ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടാവരുത്. അങ്ങനെ അവസ്ഥയുള്ള ഒരു കാര്യം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമ്മളെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗത്ത്, ഒരാളുടെ അടുക്കലേക്ക് മരണം കടന്നെത്തിയാൽ ഖാല, അവൻ പറയും റബ്ബിർജിഊൻ, അല്ലാഹു എന്നെ ഒന്ന് മടക്കിക്കൊണ്ട, ദുനിയാവിലേക്ക് ഒന്ന് മടക്കിക്കൊണ്ട റബ്ബേ, ഒരുപാട് നമസ്കാരങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ പടച്ച റബ്ബേ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്. ഒരു അവസരം, ഒരു സെക്കൻഡ് നീ എനിക്ക് സമയം തരികയാണ് എങ്കിൽ അല്ലാഹുവേ, ഒരു 2 റക്അത്തെങ്കിലും, ഒരു സുബ്ഹാനല്ലാഹ് എങ്കിലും, ഒരു അൽഹംദുലില്ലാഹ് എങ്കിലും, ഒരു അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു ദിക്റെങ്കിലും പടച്ച റബ്ബേ ഞാൻ ചൊല്ലിക്കൊണ്ട് നിന്റെ അടുക്കലേക്ക് മടങ്ങി വരാം എന്ന് കെഞ്ചുന്ന അവസ്ഥ ദുനിയാവിന് താന്തോന്നിത്തരം കാണിച്ച്, തോന്നിവാസം കാണിച്ച്, അള്ളാഹുവിന്റെ കൽപ്പനകളെ, പ്രവാചകന്റെ അധ്യാപനങ്ങളെ നിഷേധിച്ച് നടക്കുന്ന ആളുകളെ അള്ളാഹിന്റെ മുമ്പിൽ കെഞ്ചും മരണത്തിന്റെ സമയത്ത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസികളെ, നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ്. അത് കൃത്യമായി കൊണ്ട്, അത് കൃത്യസമയത്ത് ഏറ്റവും നല്ല രൂപത്തിൽ ഇഖ്ലാസോടുകൂടി അള്ളാഹിന് വേണ്ടി നിർവഹിക്കുക എന്നുള്ളതാണ്. ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയല്ല, ആരുടെയും മുമ്പിൽ നിന്നുകൊണ്ടല്ല, ആരെയും ഭയപ്പെട്ടുകൊണ്ടല്ല. കാരണം നമ്മുടെ നമസ്കാരം എന്നുള്ളത് അത് നമ്മൾ ഒറ്റയ്ക്ക് അത് വിചാരണ ചെയ്യപ്പെടേണ്ടവരാണ്.
എൻ്റെ നമസ്കാരത്തെക്കുറിച്ച് ഞാനാണ് ചോദ്യം ചെയ്യപ്പെടുക. ഞാൻ നമസ്കരിച്ചിട്ടില്ല എങ്കിൽ വേറൊരാൾക്കും ഒരു കുഴപ്പവുമില്ല. പരലോകത്ത് ഞാൻ ഒറ്റക്കാണ് എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുക എന്നുള്ള ഒരു ബോധ്യം വിശ്വാസികളെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. പല നമസ്കാരങ്ങളെക്കുറിച്ചും 5 നമസ്കാരങ്ങൾ, ഫർദ് നമസ്കാരങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു ദിവസമുണ്ട്. ചില നമസ്കാരങ്ങളെ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു. അള്ളാഹു പറയുകയാണ്, ഹാഫിളു അലസ്വലവാതി വസ്വലാത്തിൽ വുസ്ത്വാ വഖൂമു ലില്ലാഹി ഖാനിതീൻ. നിങ്ങൾ നമസ്കാരം വളരെ സൂക്ഷ്മതയോടുകൂടി നിങ്ങൾ അതിനെ നിലനിർത്തി പോരുക. എല്ലാ നമസ്കാരങ്ങളും നിങ്ങൾ നിലനിർത്തുക. വസ്വലാത്തിൽ വുസ്ത്വാ, വുസ്ത്വാ എന്ന നമസ്കാരത്തെക്കുറിച്ച് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞത് അത് അസ്ർ നമസ്കാരമാണ്. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു നമസ്കാരമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അസ്ർ നമസ്കാരം എന്നുള്ളത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലദീ തഫൂതുഹു സ്വലാത്തുൽ അസ്ർ, അസ്ർ നമസ്കാരം നഷ്ടപ്പെടുക എന്നുള്ളത് കഅന്നമാ ഉത്തിറ അഹ്ലഹു വമാലഹു, അവന്റെ കുടുംബവും അവന്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടവനെ പോലെയാണ് അസ്ർ നമസ്കാരം നഷ്ടപ്പെടുത്തുന്നവന്റെ ഉപമ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു ഹദീസിലൂടെ പറഞ്ഞു, മൻ തറക സ്വലാത്തുൽ അസ്രി ഫഖദ് ഹബിത അമലു, ആരെങ്കിലും മനഃപൂർവ്വം അസ്ർ നമസ്കാരം ഉപേക്ഷിക്കുകയാണ് എങ്കിൽ ഫഖദ് ഹബിത അമലു, അവന്റെ സൽക്കർമ്മങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലേ, അസ്ർ നമസ്കാരം ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് കിടന്ന് അല്പമൊന്ന് വിശ്രമിക്കാൻ കടന്നതായിരിക്കും. എന്നിട്ട് അസ്ർ നമസ്കാരത്തിന് വേണ്ടി എണീക്കാതെ ആ ഉറക്കത്തിൽ തന്നെ നമ്മൾ തുടരുകയാണ് എങ്കിൽ വിശ്വാസികളെ വലിയ നഷ്ടമാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി കൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഒന്നാമത്തെ ഉപദേശം എന്നുള്ള നമസ്കാരത്തിന്റെ കാര്യത്തെക്കുറിച്ച്. രണ്ടാമതായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തകല്ലം ബികലാമിൻ തഅ്തദിറു മിൻ, നീ ഒരിക്കലും ഒരവസരത്തിൽ ഇളവ് ചോദിക്കുന്ന, മാപ്പ് ചോദിക്കുന്ന രൂപത്തിലുള്ള ഒരു അവസ്ഥ, അത്തരത്തിലുള്ള ഒരു വർത്തമാനവും ഒരാളോടും നീ പറഞ്ഞു പോകരുത്. അഥവാ ഒരാളെയും മനസ്സിനെ വേദനിപ്പിക്കുന്ന, ഒരാളെയും മനസ്സിനെ വിഷമിപ്പിക്കുന്ന, ഒരു തരത്തിലുള്ള ഒരാളെയും അപമാനപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു വൃത്തികെട്ട, ഒരു മോശപ്പെട്ട ഒരു വർത്തമാനവും നിന്റെ നാവിൽ നിന്ന് വന്നു പോകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എല്ലാ ജുമുഅക്കും ഓതുന്ന ആയത്ത് വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ നല്ല വർത്തമാനങ്ങൾ പറഞ്ഞുകൊള്ളുക, നല്ല വാക്കുകൾ നിങ്ങൾ പറഞ്ഞുകൊള്ളുക എന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ കേൾക്കുന്നവരാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ഒരുപാട് ആളുകൾ ഉണ്ടാവും, അവരുടെ നാവിനെ പല രൂപത്തിലും ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാകും. നാവ് എന്നുള്ളത് എല്ലില്ലാത്ത ഒരു അവയവമാണ് എന്ന് കരുതി ഏതു തരത്തിലും എന്തിനു വേണ്ടിയും ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ ശർരിൻ നാസി ദുൽ വജ്ഹൈൻ, മനുഷ്യരിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ ദുൽ വജ്ഹൈൻ, രണ്ട് മുഖമുള്ളവരാണ്, ഇരട്ട മുഖമുള്ള ആളുകളാണ്. എന്താണ് അവരുടെ പ്രത്യേകത? അല്ലദീ യഅതി ഹൗലാഇ ബിവജ്ഹിൻ വഹൗലാഇ ബിവജ്ഹിൻ, ഒരു കൂട്ടരുടെ അടുക്കൽ ചെന്നാൽ അവർ വേറെ വർത്തമാനമായിരിക്കും. അവിടെ എന്താണോ പറഞ്ഞത് അത് മറ്റുള്ള ഒരു വിഭാഗത്തിന്റെ അടുക്കൽ വന്ന് അത് പരത്തുന്ന സ്വഭാവം. അവർ പറഞ്ഞതെന്തോ അത് കേട്ടുവന്ന് അവരറിയാതെ മറ്റുള്ള ഒരു കൂട്ടരുടെ അടുക്കൽ പറഞ്ഞു നടക്കുക. പരസ്പരം മനുഷ്യർക്കിടയിൽ വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള വർത്തമാനങ്ങൾ പറയുക എന്നുള്ളത്. മഹാനായ പണ്ഡിതൻ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഫയജിബു അലൽ ഇൻസാൻ, ഒരു മനുഷ്യന് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അയ്യുംസിക്കൽ ലിസാന, അവന്റെ നാവിനെ നിയന്ത്രിച്ചു നിർത്തുക എന്നുള്ളത്. ലിഅന്ന സല്ലതഹു അദീമ, അതിന്റെ വീഴ്ച എന്നുള്ളത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു പോയാൽ പിന്നീട് അതൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള വർത്തമാനങ്ങളായിരിക്കും നമ്മൾ പറഞ്ഞു പോകുന്നത്. നമ്മൾ പറയുന്ന എന്തെങ്കിലും ഒരു വാക്ക്, ഏതെങ്കിലും ഒരു വാക്ക് നമ്മുടെ സഹോദരന്റെ, സുഹൃത്തിന്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ വിശ്വാസികളെ ഓർക്കുക, അവനെങ്ങാനും നമ്മളോട് ക്ഷമിച്ചിട്ടില്ല എങ്കിൽ, ആ വ്യക്തി എങ്ങാനും നമ്മളോട് മാപ്പ് തന്നിട്ടില്ല എങ്കിൽ വളരെ കഷ്ടമായിരിക്കും നാളെ പരലോകത്ത് നമ്മുടെ അവസ്ഥ എന്ന് വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കുക. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഭാഗം ആളുകളെ മുഫ്ലിസ് എന്ന് പറഞ്ഞു. എന്താ മുഫ്ലിസ്? പാപ്പരായിട്ടുള്ള ആളുകൾ. എല്ലാം ഉണ്ടായിരുന്നു, വളരെ പെട്ടെന്നൊരു ദിവസം ഒന്നുമില്ലാത്തവരായി തീർന്നു. സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്,
അതദറൂന മൽ മുഫ്ലിസ്, പാപ്പരായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാണ് നിങ്ങൾക്കറിയുമോ? സ്വഹാബികൾ മറുപടി പറഞ്ഞ്, പ്രവാചകരെ, പാപ്പരായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ സമ്പത്തുകൾ ഒന്നുമില്ലാത്ത, ദിർഹമുകളും ദീനാറുകളൊന്നും ഇല്ലാത്തവരല്ല പ്രവാചകരെ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, പാപ്പരായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ നാളെ ഒരു വിഭാഗം ആളുകൾ എൻ്റെ ഉമ്മത്തിൽ നിന്ന്, മുസ്ലിം ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ നാളെ പരലോകത്തേക്ക് കടന്നു വരും. എന്താണ് അവരുടെ പ്രത്യേകത? ഒരുപാട് നമസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ടാകും, ഹജ്ജ് ചെയ്തിട്ടുണ്ടാകും, ഉംറ ചെയ്തിട്ടുണ്ടാകും, സകാത്ത് കൊടുത്തവരായിരിക്കും, സ്വതക്കകൾ നൽകിയവരായിരിക്കും. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് സൽക്കർമ്മങ്ങളും ഇബാദത്തുകളുമായിട്ട് അവർ കടന്നു വരും. പക്ഷേ ഒരു പ്രശ്നം, അത് മാത്രമേയുള്ളൂ. ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആളുകളെ വല്ലാതെ വെറുപ്പിച്ചിരിക്കും. തൻ്റെ നാവ് കൊണ്ട് ആളുകൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന രൂപത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞവനായിരിക്കും, തൻ്റെ കൈകൾ കൊണ്ട് അടിച്ചവനായിരിക്കും, തൻ്റെ നാവ് കൊണ്ട് ചീത്ത വിളിച്ചവനായിരിക്കും, തൻ്റെ നാവ് കൊണ്ട് തെറിയുടെ വാക്കുകൾ വിളിച്ചവനായിരിക്കും, തൻ്റെ സഹോദരൻ്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചവനായിരിക്കും, ഇഷ്ടമില്ലാത്ത പേരുകൾ വിളിച്ചവനായിരിക്കും, ആളുകൾക്കിടയിൽ കളിയാക്കിയവനായിരിക്കും. അങ്ങനെ അവൻ കടന്നു വരും. എല്ലാ സൽക്കർമ്മങ്ങളും ഉണ്ട്, പക്ഷേ ഈ രൂപത്തിലുള്ള തിന്മകളും അവൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് കൽപ്പിക്കുന്നത്? ആ മനുഷ്യൻ ചെയ്ത എല്ലാ നന്മകളും അവന്റെ അക്രമത്തിനിരയായിട്ടുള്ള വ്യക്തിക്ക് നൽകുവാൻ പറയും. അങ്ങനെ അവസാനം ഒന്നുമില്ലാത്തവനായി നരകത്തിലേക്ക് പോകേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാകും. അവനാണ് മുഫ്ലിസ്, പാപ്പരായിട്ടുള്ളവനെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസികളെ, വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ് കളിയാക്കുക, പരദൂഷണം പറയുക, നമീമത്ത് പറയുക എന്നുള്ളത്. വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ ഹുജറാത്തിലൂടെ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉൻ മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ് ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. വിശ്വാസികളെ, ഒരു വിഭാഗം ആളുകളും മറ്റൊരു ജനവിഭാഗത്തെ ഒരിക്കലും നിങ്ങൾ കളിയാക്കരുത്. നിങ്ങൾ കളിയാക്കുന്ന ആളുകൾ ഒരുപക്ഷെ നിങ്ങളെക്കാൾ ഉത്തമരായിട്ടുള്ള നല്ല മനസ്സിന്റെ, നല്ല വ്യക്തിത്വത്തിന്റെ ഉടമകളായിരിക്കും. ഒരു സ്ത്രീയാകട്ടെ മറ്റൊരു സ്ത്രീയെ, ഒരു സ്ത്രീ വിഭാഗത്തെ, സമൂഹത്തെ ഒരിക്കലും കളിയാക്കരുത്. നിങ്ങൾ കളിയാക്കുന്ന സ്ത്രീകളുണ്ടല്ലോ, ഒരുപക്ഷെ നിങ്ങളെക്കാൾ ഉത്തമരായിട്ടുള്ള നല്ല ആളുകളായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഇരട്ട പേരുകൾ, ഇഷ്ടമില്ലാത്ത പേരുകൾ നിങ്ങൾ വിളിച്ച് കളിയാക്കരുത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുശേഷമുള്ള ആയത്തിലുള്ള പറഞ്ഞ്, വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ, നിങ്ങളിൽ ചിലർ മറ്റു ചിലരെ കുറിച്ച് ഒരിക്കലും പരദൂഷണം പറഞ്ഞു പോകരുത്. ഒരാളൊരു തിന്മ ചെയ്തിരിക്കും, മനുഷ്യരാണ്, ജീവിതത്തിൽ തെറ്റുകളും കുറവുകളും ന്യൂനതകളും വന്നുപോയിട്ടുണ്ടാകും. പക്ഷേ അത് അവനും അള്ളാഹും തമ്മിലുള്ള കാര്യമാണ്. ഒരുപക്ഷെ ആ മനുഷ്യൻ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടുണ്ടാകും. അത് നമ്മൾക്കറിയില്ല, നമുക്കതറിയാൻ കഴിയുകയില്ല. അതാ ആ അടിമയും അള്ളാഹും തമ്മിലുള്ള ഒരു കാര്യമാണ്. എന്നിട്ട് അവൻ ചെയ്ത തെറ്റുകളെ കുറിച്ച് പറഞ്ഞു നടക്കുകയും അവന്റെ പച്ചമാംസത്തെ ഭക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പാപമാണ്, വൃത്തികെട്ട സ്വഭാവമാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു പറയുകയാണ്, വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂ. തൻ്റെ സഹോദരൻ മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് അവൻ്റെ ആ ശവത്തിൽ നിന്നും ആ മാംസമെടുത്ത് ഭക്ഷിക്കുവാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. ഫകരിഹ്തുമൂ, നിങ്ങളത് വെറുക്കുകയാണ് ചെയ്യുന്നത്. ആ പച്ചമാംസം ഭക്ഷിക്കുന്നതിന് തുല്യമാണ് ഒരാളെ കുറിച്ച് പരദൂഷണം പറഞ്ഞു നടക്കുക എന്നുള്ളത് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മുടെ നാവിനെ അത് നിയന്ത്രിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഒരാളെ മനസ്സിനെ വേദനിപ്പിച്ചാൽ, അയാളെങ്ങാനും നമ്മളോട് ക്ഷമിച്ചിട്ടില്ല എങ്കിൽ, മാപ്പ് തന്നിട്ടില്ല എങ്കിൽ വളരെ കഷ്ടമായിരിക്കും നമ്മുടെ അവസ്ഥ നാളെ പരലോകത്ത് എന്ന് വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കുക. മഹാനായ സഹാബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, വല്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, ആരാധനയ്ക്ക് അർഹനായിട്ട് മറ്റാരുമില്ലാത്തവനായിട്ടുള്ള
അല്ലാഹുവാണ് സത്യം. മാ അലാ വജ്ഹിൽ അർളി ശൈഉൻ അഹ്വജു ഇലാ തൂലി സിജ്നിൻ മിൻ ലിസാനിൻ. ഈ ഭൂമി ലോകത്ത്, ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ബന്ധനം ആവശ്യമുള്ള, ഏറ്റവും കൂടുതൽ പിടിച്ചു നിർത്തേണ്ട ഒരു കാര്യം എന്നുള്ളത് അത് നാവാണ്. നാവിനേക്കാൾ വലിയ ബന്ധനം ആവശ്യമുള്ള ഒരു വസ്തുവും ഈ ഭൂമിയിലില്ല, ദുനിയാവിലില്ല എന്ന് മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, കാര്യങ്ങളുടെ ഗൗരവം അത് നല്ല രൂപത്തിൽ മനസ്സിലാക്കുക. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള വർത്തമാനങ്ങൾ ഒരിക്കലും നമ്മുടെ നാവിൽ നിന്ന് ഉണ്ടാകുവാൻ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വ്യക്തിക്ക് നൽകിയ ഉപദേശം അത് അദ്ദേഹത്തിന് മാത്രം നൽകിയ ഉപദേശമല്ല, നമുക്കും മുസ്ലിങ്ങളായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള നമുക്കെല്ലാവർക്കും നൽകിയിട്ടുള്ള ഒരു ഉപദേശമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ ഏറ്റവും നല്ല രൂപത്തിൽ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഒരു ജീവിതമാക്കി നമ്മൾ മാറ്റിയെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഴുവൻ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ 2 ഉപദേശങ്ങളാണ് നമ്മൾ കേട്ടത്. മൂന്നാമത്തെ ഉപദേശം എന്നുള്ളത് ആളുകളുടെ കയ്യിലുള്ളതിനെ നീ ആഗ്രഹിക്കാതിരിക്കുക എന്നുള്ളതാണ്. മനുഷ്യരെന്ന് പറഞ്ഞാൽ അള്ളാഹു പലർക്കും പല രൂപത്തിലുള്ള അനുഗ്രഹങ്ങളാണ് നൽകിയിട്ടുള്ളത്. ചില ആളുകൾക്ക് അള്ളാഹു ഒരുപാട് സമ്പത്ത് നൽകി അനുഗ്രഹിച്ചു. ചില ആളുകൾക്ക് വളരെ പ്രയാസമുള്ള, കഷ്ടതയുള്ള, ദാരിദ്ര്യവും നൽകി. ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. സമ്പത്ത് അധികം കൊടുത്തവന് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിച്ചറിയുവാൻ വേണ്ടി തന്നെയാണ് അള്ളാഹു സമ്പത്ത് അധികരിപ്പിച്ച് നൽകിയത്. ദാരിദ്ര്യം നൽകിയവനെ സംബന്ധിച്ചിടത്തോളം വേവലാതികൾ പറയാതെ, അള്ളാഹുവിൻ്റെ വിധിയെ കുറ്റം പറയാതെ ക്ഷമിച്ചു നിൽക്കുന്നുണ്ടോ, തൻ്റെ ദാരിദ്ര്യത്തിൽ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചു നിൽക്കുന്നുണ്ടോ എന്ന് പരീക്ഷിച്ചറിയുവാൻ വേണ്ടി തന്നെയാണ് അള്ളാഹു ആ വ്യക്തിക്ക് ദാരിദ്ര്യം നൽകിയിട്ടുള്ളത്. രണ്ട് വിഭാഗം ആളുകളും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് തന്നെ ചില ആളുകൾ, ഒരുപാട് സമ്പത്തുള്ള ആളുകളുണ്ടാവും. ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനെ നമ്മൾ ആഗ്രഹിക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. ദുനിയാവിന് വിരക്തി കാണിക്കുവാനാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വിരക്തി എന്ന് പറഞ്ഞാൽ വെറും പള്ളിയിൽ വന്നിരിക്കുക എന്നുള്ളതല്ല. ദുനിയാവിൽ നമ്മുടേതായിട്ടുള്ള ജോലികളും തിരക്കുകളും ഉണ്ടാകും, അതെല്ലാം ചെയ്യാവുന്നതാണ്. വെറും ആരാധനകൾക്കായിട്ട് മാത്രം ജീവിതം മാറ്റിവെക്കുക, കുടുംബമില്ല, കൂട്ടുകളില്ല, അങ്ങനെയുള്ള ഒരു ജീവിതം പ്രവാചകനോ സ്വഹാബികളോ നമ്മളെ പഠിപ്പിക്കുന്നില്ല. എല്ലാം വേണം, ദുനിയാവിന് വേണ്ടി നമ്മൾ ജീവിക്കണം. പക്ഷേ വെറും ദുനിയാവിൽ മുഴുകിക്കൊണ്ട് നമ്മൾ ജീവിക്കുവാൻ പാടുള്ളതല്ലതാനും പരലോകത്ത് നമ്മൾ പറന്നു പോകുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇസ്ഹദ് ഫി ദുനിയ, ദുനിയാവിൽ നീ വിരക്തി കാണിക്കുക. യുഹിബ്ബുകല്ലാഹ്, അങ്ങനെയാണ് എങ്കിൽ അല്ലാഹ് നിന്നെ ഇഷ്ടപ്പെടും. വസ്ഹദ് ഫീഹാ ഫീമാ ഐദിൻ നാസ്, ജനങ്ങളുടെ കയ്യിലുള്ളതിൽ നീ വിരക്തി കാണിക്കുക.
അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. എനിക്ക് വളരെ കുറച്ച് അള്ളാഹു അനുഗ്രഹം നൽകിയിട്ടുള്ളൂ. എന്തിനാണ് റബ്ബേ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്, എന്തിനാണ് എന്നെ ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത് എന്നുള്ള ഒരു വർത്തമാനവും ഒരു വിശ്വാസിയുടെ നാവിൽ നിന്നും വന്നു പോകാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ കയ്യിലുള്ളതിൻ്റെ കാര്യത്തിൽ നീ വിരക്തി കാണിക്കുക. അവരുടെ സമ്പത്തിനെയോ അവരുടെ കയ്യിലുള്ളതിനെയോ നീ ആഗ്രഹിക്കരുത്. അങ്ങനെയാണ് എങ്കിൽ യുഹിബ്ബൂനക, ജനങ്ങൾ നിന്നെയും ഇഷ്ടപ്പെടും, ജനങ്ങളുടെ മനസ്സിൽ നിനക്കൊരു സ്ഥാനമുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവൻ്റെ റിസ്ക് നൽകുക എന്നുള്ളത് പലർക്കും പല രൂപത്തിലാണ്. അള്ളാഹു പറയുകയാണ്, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയ, മനുഷ്യർക്ക് അവരുടെ ദുനിയാവിലെ ജീവിതത്തിൽ അവർക്ക് ജീവിക്കുവാനുള്ള മാർഗങ്ങൾ അത് വീതിച്ചു നൽകുന്നത് നാമാണ്. അള്ളാഹുവാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാനും ആസ്വദിക്കുവാനുമുള്ള ജീവിത മാർഗങ്ങളും സമ്പത്തുകളും ആരോഗ്യവും എല്ലാം അള്ളാഹുവാണ് വീതിച്ചു നൽകുന്നത്. അത് നമ്മളാരും സ്വയം നേടിയെടുക്കുന്നതല്ല എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനോട് പറയുകയാണ്. എല്ലാം അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുള്ളതാണ്. അത് അള്ളാഹു ഓരോ സമയമാകുമ്പോൾ അത് വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് നൽകും എന്നുള്ളതാണ്. എല്ലാം അള്ളാഹുവിൻ്റെ റിസ്ഖാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഹാത്തിമുൽ അസ്വം റഹിമഹുല്ലാ, ഒരു പണ്ഡിതനാണ്, അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു, നല്ല സമ്പത്ത് എനിക്കുണ്ടാവണം, ഒരുപാട് ഞാൻ ആഗ്രഹിച്ചു. ഫഅലിംതു, പക്ഷെ ഞാൻ മനസ്സിലാക്കി, അന്നൽ ഖിസ്മത മിനല്ലാഹ്, ഈ റിസ്ഖ് വീതിച്ചു നൽകുക എന്നുള്ളത് അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അത് സ്വന്തം കഴിവ് കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതല്ല. അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അത് അള്ളാഹു എനിക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫമാ ഹസദ്തു അഹദൻ, എന്നേക്കാൾ സമ്പത്തുള്ളവൻ്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും അസൂയ കാണിച്ചിട്ടില്ല. ഈ ആയത്ത് കേട്ടപ്പോൾ അദ്ദേഹം പറയാണ്, ഒരുപാട് ഞാൻ ആഗ്രഹിച്ചു, ഒരുപാട് ആളുകളെ ഞാൻ കണ്ടു, സമ്പത്തുള്ള ഒരുപാട് ആളുകളെ ഞാൻ ആഗ്രഹിച്ചു പോയി. എനിക്കും അവരെ പോലെ ഉണ്ടായിരുന്നു എങ്കിൽ, ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു എങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയി. പക്ഷെ ഞാൻ മനസ്സിലാക്കി, എല്ലാം അള്ളാഹു നൽകുന്നതാണ്. എനിക്ക് സമ്പത്ത് കുറച്ച് നൽകിയതും അള്ളാഹുവാണ്, അവന് സമ്പത്ത് കൂടുതൽ നൽകിയതും അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ ഫമാ ഹസദ്തു അഹദൻ, ഒരു കാര്യത്തിലും ഞാൻ ഒരാളോടും അസൂയ കാണിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. മഹാനായ പണ്ഡിതൻ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ്, അദ്ദേഹം തൻ്റെ കവിതയിലൂടെ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, അള്ളാഹു നമുക്ക് എന്താണോ നൽകിയത് അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് എത്ര കൂടുതൽ തന്നാലും എത്ര കുറച്ച് തന്നാലും എൻ്റെ റബ്ബ് എനിക്ക് തന്നതാണ്, ഞാൻ അങ്ങേയറ്റം തൃപ്തിയുള്ളവനാണ്, എൻ്റെ റബ്ബിനോട് അങ്ങേയറ്റം നന്ദി കാണിക്കുന്നവനാണ് എന്ന് പറയാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. അദ്ദേഹം പറയുകയാണ്, ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ്, ഇദാ മാ കുൻത ദാ ഖൽബിൻ ഖലൂഇൻ, നിനക്ക് തൃപ്തിയടയുന്ന ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവാനുള്ള ഒരു മനസ്സിനുടമയാണ് നീ എങ്കിൽ, അങ്ങനെയുള്ള ഒരു മനസ്സ് നിനക്കുണ്ട് എങ്കിൽ, ഫഅൻത വമാലികുദ് ദുനിയാ സവാ, നീയും ഈ ദുനിയാവിലെ രാജാവും ഒരുപോലെയാണ്, സമമാണ്. രാജാവിനൊരിക്കലും നിന്നേക്കാൾ മഹത്വമില്ല. നിനക്ക് അല്ലാഹു എന്താണോ നൽകിയത് അതിൽ നീ തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവനാണ് എങ്കിൽ, ഫഅൻത വമാലികുദ് ദുനിയാ സവാ, നീയും ഈ ദുനിയാവിലെ എത്ര വലിയ കൊട്ടാരങ്ങളിൽ താമസിക്കുന്ന ഉപവിഷ്ടനായിരിക്കുന്ന രാജാവാകട്ടെ, ആ രാജാവും നീയും സമമാണ്. എന്തുണ്ട് എങ്കിൽ തൃപ്തി കാണിക്കുന്ന, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നൊരു മനസ്സ് നിനക്കുണ്ട് എങ്കിൽ എന്ത് അദ്ദേഹം പറയുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, അള്ളാഹു നൽകിയതെന്താണോ അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഈ 3 ഉപദേശങ്ങളാണ്. നീ നമസ്കരിക്കാൻ നിൽക്കുകയാണ് എങ്കിൽ ഈ നമസ്കാരം നിൻ്റെ അവസാനത്തെ നമസ്കാരമാണ് എന്നോർത്തുകൊണ്ട് നീ ആ നമസ്കാരത്തിന് വേണ്ടി നിൻ്റെ സ്വപ്നിൽ നീ കൈകെട്ടുക. രണ്ടാമതായി കൊണ്ട് പറഞ്ഞത്, നീ നല്ലത് മാത്രം സംസാരിച്ചു കൊള്ളുക. സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നീടൊരിക്കൽ സോറി, എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടാവരുത്. അതുകൊണ്ട് നല്ലത് മാത്രം പറഞ്ഞുകൊള്ളുക. മൂന്നാമതായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം, ആളുകളുടെ കയ്യിലുള്ളതിനെ നീ ആഗ്രഹിക്കരുത്. നിനക്ക് കിട്ടിയതെന്തോ അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് നീ ജീവിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നമുക്ക് നൽകിയ ഈ ഉപദേശങ്ങളെല്ലാം ജീവിതത്തിൽ
ഏറ്റവും നല്ല രൂപത്തിൽ പ്രാവർത്തികമാക്കുവാൻ അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ അള്ളാഹുവെ, രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരന്മാർ ഞങ്ങൾക്കിടയിലുണ്ട്. അവരുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും നീ അവർക്ക് ദൂരീകരിച്ച് നൽകുകയും അവരുടെയും ഞങ്ങളുടെയും ജീവിതത്തിൽ ശാന്തിയും സമാധാനം നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.